നമസ്കാരം. എല്ലാ പ്രിയ +1 കൂട്ടുകാർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് എന്ന പാഠത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്ന ഭാഗമാണ് നമ്മൾ പഠിച്ചു തുടങ്ങിയത്. അതിൽ കാർബൺ, ഹൈഡ്രജൻ എന്നീ എലമെൻസിനെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. തുടർന്ന് ഇനി നൈട്രജൻ്റെ എസ്റ്റിമേഷൻ എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് 2 മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് ഡ്യൂമാസ് മെത്തേഡ്, രണ്ടാമത്തത് ജെൽഡാൾസ് മെത്തേഡ്. ഓരോ മെത്തേഡും എന്താണെന്നുള്ളത് നമുക്ക് വിശദമായി നോക്കാം. ആദ്യമായി ഡ്യൂമാസ് മെത്തേഡ്. ഡ്യൂമാസ് മെത്തേഡ് എപ്രകാരമാണ് ചെയ്യുന്നതെന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ ഒരു ലോങ് ഗ്ലാസ് ട്യൂബ് കാണുന്നുണ്ട് അല്ലേ? ആ ഗ്ലാസ് ട്യൂബിൽ ഓർഗാനിക് കോമ്പൗണ്ടിനെ കുപ്രിക് ഓക്സൈഡുമായി ചേർത്ത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ശക്തിയായി ഹീറ്റ് ചെയ്യുന്നു. ഈ കുപ്രിക് ഓക്സൈഡിലുള്ള ഓക്സിജൻ ഓർഗാനിക് കോമ്പൗണ്ടിലെ കാർബണിനെ കാർബൺ ഡൈ ഓക്സൈഡായി ഓക്സിഡൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈഡ്രജനെ വാട്ടർ വേപ്പറാക്കി മാറ്റുന്നു. ഇനി കോമ്പൗണ്ടിൽ നൈട്രജൻ ഉണ്ട് എങ്കിൽ ആ നൈട്രജൻ N2 ഗ്യാസായി ഫ്രീ ആക്കപ്പെടുന്നു. ഇനി ഓക്സിഡേഷൻ്റെ സമയത്ത് ഏതെങ്കിലും നൈട്രജൻ്റെ ഓക്സൈഡ് ട്രേസ് എമൗണ്ടിൽ ഉണ്ടാകുകയാണെങ്കിൽ അത് കോപ്പർ ഗോസിൽ കൂടി കടത്തിവിടുമ്പോൾ റിഡക്ഷന് വിധേയമായി നൈട്രജൻ ഗ്യാസായി മാറുകയും ചെയ്യും. ഇത്തരത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ, നൈട്രജൻ ഗ്യാസ് എന്നിവയുടെ മിക്സ്ചറിനെ ഒരു നൈട്രോമീറ്ററിൽ എടുത്തിരിക്കുന്ന പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിലേക്ക് കടത്തിവിടുന്നു. അവിടെ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് അബ്സോർബ് ചെയ്യപ്പെടും. എന്നാൽ നൈട്രജൻ ബബിൾ ചെയ്ത് ആ നൈട്രോമീറ്ററിലെ ലോങ് ഗ്രാജുവേറ്റഡ് ട്യൂബിൻ്റെ മുകൾ വശത്തായി, അതായത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ്റെ സർഫസിൽ കളക്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കളക്ട് ചെയ്യപ്പെടുന്ന ഗ്യാസിൻ്റെ വോളിയം എത്ര ml ആണെന്നുള്ളത് നമുക്ക് ആ നൈട്രോമീറ്ററിൻ്റെ ഗ്രാജുവേഷനിൽ നിന്ന് അറിയാൻ കഴിയും. ഇനി ഇവിടെ നടക്കുന്ന റിയാക്ഷൻ്റെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. CxHyNZ plus 2x plus y/2 CuO gives xCO2 plus y/2 H2O plus z/2 N2 plus 2x plus y/2 Cu. ഇവിടെ ഇക്വേഷനെ സ്റ്റോക്കിയോമെട്രിക്കലി ബാലൻസ് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഫ്രീ നൈട്രജൻ ഗ്യാസും ഉണ്ടാകുന്നത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. ഇനി എങ്ങനെയാണ് ഈ നൈട്രജൻ്റെ പെർസെൻറ്റേജ് കോമ്പോസിഷൻ കാണുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കാർബണിലും ഹൈഡ്രജനിലും ചെയ്തതുപോലെ ലെറ്റ് ദി മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ബി m gram. Then the volume of nitrogen gas collected equal to V1 ml. Let the room temperature be T1 Kelvin. Then the volume of nitrogen at 1 atm and 273 Kelvin will be P1 V1 into 273 divided by 760 into T1. ഇത് എങ്ങനെയാണ് എഴുതിയത്? നമ്മൾ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നുള്ള പാഠത്തിൽ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ പഠിച്ചു അല്ലേ? അവിടെ PV equal to nRT എന്ന ഇക്വേഷൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. That is PV by T is a constant or P1 V1 by T1 equal to P2 V2 by T2 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് P1 V1 T1 എന്നിവ ഗ്യാസിൻ്റെ നമ്മൾ എക്സ്പെരിമെൻ്റ് നടത്തുന്ന കണ്ടീഷനിലുള്ള പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ എന്ന് പരിഗണിക്കാം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ 1 atm ആണെന്നിരിക്കട്ടെ, അതായത് 760 millimeter of mercury. ഇനി ടെമ്പറേച്ചർ 273 Kelvin ആണെങ്കിൽ P0 V0 by T0 equal to P1 V1 by T1 എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P0യുടെ സ്ഥാനത്ത് 760 എന്ന് കൊടുക്കാം. ഇനി T0 എന്നുള്ളത് 273 Kelvin. അങ്ങനെയാണെങ്കിൽ V0 എന്നുള്ളത് P1 V1 into 273 divided by 760 into T1 എന്ന് ലഭിക്കും. ആ വോളിയത്തിനെ നമുക്ക്
V0 എന്ന് പരിഗണിക്കാം. ഇനി ഇവിടെ P1 V1 എന്നത് പ്രഷറും വോളിയവും ആണെന്ന് പറഞ്ഞു നൈട്രജൻ ഗ്യാസിൻ്റെ. P1 എന്നത് അറ്റ്മോസ്ഫിയറിക് പ്രഷറിൽ നിന്നും ഡിഫറൻ്റ് ആണ് കേട്ടോ. അതായത് നമ്മൾ ഡാൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് പഠിച്ചിട്ടുള്ളത് ഓർത്തെടുക്കുക. ഈ നൈട്രജൻ ഗ്യാസിൻ്റെ പ്രഷർ കണ്ടെത്താൻ അക്വസ് ടെൻഷനെ ടോട്ടൽ പ്രഷറിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ P1 ഈക്വൽ ടു ടോട്ടൽ പ്രഷർ മൈനസ് അക്വസ് ടെൻഷൻ. അങ്ങനെയാവുമ്പോൾ P1ൻ്റെ വാല്യൂ നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി 22,400 ml ഓഫ് നൈട്രജൻ അറ്റ് 1 atm ആൻഡ് 273 Kelvin വെയ്സ് 28 gram അല്ലേ? അതായത് മോളാർ വോളിയം എന്താണെന്നുള്ളത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 1 atm പ്രഷറിലും 273 Kelvin ടെമ്പറേച്ചറിലും 22,400 ml ഓഫ് നൈട്രജൻ ഗ്യാസിന് 28 gram മാസാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 1 ml നൈട്രജന് എത്ര മാസ് ഉണ്ടായിരിക്കും? 28 ഡിവൈഡഡ് ബൈ 22,400 ml. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയ V0 ml അത്രയും ml ഓഫ് നൈട്രജൻ ഗ്യാസിന് 1 atm പ്രഷറിലും 273 Kelvinലും എത്ര മാസ് ഉണ്ടായിരിക്കും എന്ന് നോക്കാം. 28 മൾട്ടിപ്ലൈഡ് ബൈ V0 ഡിവൈഡഡ് ബൈ 22,400 ഇല്ലേ? അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? നമ്മളെടുത്തിരിക്കുന്ന മാസ് m ഗ്രാമാണ്. ടോട്ടൽ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് നൈട്രജൻ ഈക്വൽ ടു 28 ഇൻറ്റു V0 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 22,400 ഇൻറ്റു m. ഇപ്രകാരമാണ് നൈട്രജൻ്റെ പെർസെൻറ്റേജ് മാസ് ഡ്യൂമാസ് മെത്തേഡ് പ്രകാരം കണ്ടെത്തുന്നത്. നോക്കൂ, നമുക്ക് ഒരു ന്യൂമറിക്കൽ ചെയ്തു നോക്കാം. ഇൻ ഡ്യൂമാസ് മെത്തേഡ് ഫോർ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ 0.3 gram of an organic compound gave 50 ml of nitrogen collected at 300 Kelvin temperature and 715 millimeter pressure. Calculate the percentage composition of nitrogen in the compound. Aqueous tension at 300 Kelvin equal to 15 millimeter. ഇനി ഇവിടെ തന്നിരിക്കുന്ന ചോദ്യത്തിൽ 300 Kelvinൽ കളക്ട് ചെയ്തിരിക്കുന്ന നൈട്രജൻ്റെ വോളിയം 50 ml ആണ്. 715 millimeter പ്രഷറാണ് എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആക്ച്വൽ പ്രഷർ P1 എന്നത് 715 അതായത് ടോട്ടൽ പ്രഷർ മൈനസ് അക്വസ് ടെൻഷൻ അത് 15 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആക്ച്വൽ പ്രഷർ 700 mm എന്ന് കിട്ടും. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 22,400 ml of nitrogen at 1 atm and 273 Kelvin weighs 28 gram. Therefore, the volume of nitrogen at 1 atm and 273 Kelvin equal to 273 into 700 into 50 divided by 300 into 760. അപ്പോൾ നമുക്ക് 41.9 ml എന്ന വോളിയം ലഭിക്കും. ഇനി 41.9 ml of nitrogen weighs 28 multiplied by 41.9 divided by 22,400 gram. Therefore, percentage of nitrogen equal to 28 multiplied by 41.9 multiplied by 100 divided by 22,400 multiplied by 0.3 നമുക്ക് നൽകിയിരിക്കുന്ന വെയിറ്റ്. അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് 17.46% എന്നാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നൈട്രജൻ്റെ എസ്റ്റിമേഷനുള്ള രണ്ടാമത്തെ മെത്തേഡായ ജെൽദാൾസ് മെത്തേഡിലേക്ക് കടക്കാം. ജെൽദാൾസ് മെത്തേഡിൽ നൈട്രജൻ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനുള്ള എക്സ്പെരിമെൻ്റൽ സെറ്റപ്പാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. അവിടെ ജെൽദാൾസ് ഫ്ലാസ്ക് കാണുന്നുണ്ട്. ആ ഫ്ലാസ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിനെയും കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡും കോപ്പർ സൾഫേറ്റിൻ്റെ പ്രസൻസിൽ ശക്തിയായി ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള നൈട്രജൻ സൾഫ്യൂരിക് ആസിഡുമായി റിയാക്ട് ചെയ്ത് അമോണിയം സൾഫേറ്റായി മാറ്റപ്പെടുന്നു. ഈ അമോണിയം സൾഫേറ്റിനെ തൊട്ടടുത്ത ജെൽദാൾസ് ട്രാപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന ഡിസ്റ്റിലേഷൻ ഫ്ലാസ്കിൽ NaOHുമായി ചേർത്ത് ഡൈജഷന് വിധേയമാക്കുന്നു. അതായത് അമോണിയം സൾഫേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് അമോണിയ ഗ്യാസ് ലിബറേറ്റ് ചെയ്യപ്പെടും. ഈ അമോണിയ ഗ്യാസിനെ ജെൽദാൾസ് ട്രാപ്പിൽ കളക്ട് ചെയ്തതിന് ശേഷം പ്രീവിയസ്ലി നോൺ വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡ് എടുത്തിരിക്കുന്ന റിസീവറിലേക്ക് കടത്തിവിടുന്നു.
ഞാൻ ഒന്നുകൂടി പറയാം റിയാക്ഷൻസ് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഓർഗാനിക് കോമ്പൗണ്ടിനെ സൾഫ്യൂരിക് ആസിഡുമായി ചേർത്ത് ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിലെ നൈട്രജൻ അമോണിയം സൾഫേറ്റായി കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഈ അമോണിയം സൾഫേറ്റ് സോഡിയം ഹൈഡ്രോക്സൈഡുമായി റിയാക്ട് ചെയ്യുമ്പോൾ സോഡിയം സൾഫേറ്റും കൂട്ടത്തിൽ അമോണിയ ഗ്യാസും ലിബറേറ്റ് ചെയ്യപ്പെടുന്നു. ഇനി ഈ അമോണിയ ഗ്യാസിനെ ഒരു നോൺ വോളിയം ഓഫ് സൾഫ്യൂരിക് ആസിഡിലേക്ക് വീണ്ടും പാസ് ചെയ്യുന്നു. അമോണിയ സൾഫ്യൂരിക് ആസിഡുമായി ചേർന്ന് വീണ്ടും അമോണിയം സൾഫേറ്റ് എന്നുള്ള കോമ്പൗണ്ടായി മാറും. അമോണിയ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്, സൾഫ്യൂരിക് ആസിഡ് അസിഡിക് സബ്സ്റ്റൻസ് ആണ്. അവിടെ ന്യൂട്രലൈസേഷൻ എന്ന റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ അമോണിയ കുറച്ച് ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അവിടെ എത്രത്തോളം ആസിഡാണ് അമോണിയയെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് എന്നുള്ളത് നമുക്ക് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതിന് അവിടെ എത്ര ആസിഡാണ് ഉപയോഗിക്കപ്പെട്ടത് എന്ന് കണ്ടെത്താൻ വേണ്ടി നമ്മളിതിനെ ടൈട്രേഷന് വിധേയമാക്കുന്നു. ടൈട്രേഷൻ എന്നുള്ള ന്യൂട്രലൈസേഷൻ പ്രോസസ്സിന് വിധേയമാക്കുന്നു. അതായത് ഒരു നോൺ വോളിയം ഓഫ് ആൽക്കലി NaOH ആയിക്കോട്ടെ, അത് എടുത്ത് ഈ ബാക്കി അവശേഷിക്കുന്ന ആസിഡ് എത്രയുണ്ട് എന്നുള്ളത് കണ്ടെത്താൻ വേണ്ടി ന്യൂട്രലൈസേഷൻ എന്ന റിയാക്ഷൻ നടത്തുന്ന ടൈട്രേഷൻ എന്ന പ്രോസസ്സിന് വിധേയമാക്കുന്നു. ടൈട്രേഷന് വിധേയമാക്കുമ്പോൾ നമുക്ക് എത്രത്തോളം ആസിഡ് അവിടെ റിമൈൻ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ആസിഡിൻ്റെ അളവിനെ നമ്മൾ നേരത്തെ എടുത്ത ടോട്ടൽ ആസിഡിൽ നിന്ന് സബ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രത്തോളം ആസിഡാണ് അമോണിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ പ്രോസസ്സ് ഒന്നും കൂടി പറയാം. ദ കോമ്പൗണ്ട് കണ്ടെയ്നിങ് നൈട്രജൻ ഈസ് ഹീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. Nitrogen in the compound gets converted to ammonium sulfate. The resulting mixture is then heated with excess of sodium hydroxide. The liberated ammonia gas is absorbed in excess of standard solution of sulfuric acid, and the ammonia thus produced is determined by estimating the amount of sulfuric acid consumed in the reaction. It is done by estimating unreacted sulfuric acid left after the absorption of ammonia by titrating it with a standard alkali solution. The difference between initial amount of acid taken and that left after the reaction gives the amount of acid reacted with the ammonia. ഇതാണ് ജെൽഡാൾസ് മെത്തേഡിൻ്റെ പ്രൊസീജിയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് വഴി ലഭിക്കുന്ന നൈട്രജൻ എങ്ങനെയാണ് പെർസെൻറ്റേജ് കോമ്പോസിഷൻ കണ്ടെത്തുന്നതെന്നുള്ളതിൻ്റെ മെത്തേഡ് ഒന്ന് നോക്കാം. ലെറ്റ് ദി മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ടേക്കൺ ഈക്വൽ ടു m gram. The volume of sulfuric acid of molarity m taken equal to VML. അതായത് നമ്മൾ അമോണിയ ഗ്യാസുമായി റിയാക്ട് ചെയ്യിപ്പിക്കാനെടുത്ത സൾഫ്യൂരിക് ആസിഡിൻ്റെ അളവാണ് VML എന്നിരിക്കട്ടെ. The volume of NaOH of molarity m used for the titration of excess sulfuric acid equal to V1ml. അതായത് അമോണിയയുമായി സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്തു. ഇനി ബാക്കി അവശേഷിക്കുന്ന സൾഫ്യൂരിക് ആസിഡിന് എത്രയുണ്ട് എന്നുള്ളത് ടൈട്രേഷൻ വഴി കണ്ടെത്താൻ വേണ്ടി എടുത്ത ആൽക്കലിയായ NaOHൻ്റെ മൊളാരിറ്റി എമ്മും വോളിയം V1 ആണെന്നിരിക്കട്ടെ. Then V1ml of NaOH of molarity m equal to V1/2 ml of H2SO4 of molarity m. അല്ലേ, H2SO4 ഒരു ഡൈബേസിക് ആസിഡ് ആണ്. അതുകൊണ്ട് തന്നെ V1/2 ml ആണ് NaOHൻ്റെ V1ml ഈക്വൽ ആകുന്നത്. ഇനി വോളിയം ഓഫ് H2SO4 ഓഫ് molarity m അൺയൂസ്ഡ് ഈക്വൽ ടു നേരത്തെ എടുത്ത വോളിയം VML ആണെന്ന് പറഞ്ഞു. therefore V minus V1/2 ml. ഇനി ഈ V minus V1/2 ml of H2SO4 will be equal to 2 into V minus V1/2 ml of ammonia. അവിടെയും സൾഫ്യൂരിക് ആസിഡ് ഡൈബേസിക് ആയതുകൊണ്ടാണ് അമോണിയയുടെ വോളിയം ട്വൈസ് ദി എമൗണ്ട് എടുത്തത്. അപ്രകാരമാണെങ്കിൽ 1000 ml of 1 molar NH3 solution contains 17 gram of NH3 or 14 gram of nitrogen. അല്ലേ, അതായത് 1 മോളാർ NH3 സൊല്യൂഷൻ 1000 ml എടുക്കുകയാണെങ്കിൽ അതിനകത്ത്
73 gram of ammonia ഉണ്ട്, അതായത് 14 gram of nitrogen. അങ്ങനെയാണെങ്കിൽ 1 ml 1 molar NH3 സൊല്യൂഷനിൽ 14/1000 gram of nitrogen ഉണ്ടായിരിക്കും. എങ്കിൽ നമുക്ക് കിട്ടിയ 2 into V minus V1/2 ml of NH3 സൊല്യൂഷനിലാണെങ്കിലോ ആ സൊല്യൂഷൻ്റെ മൊളാരിറ്റി m ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. Therefore 14 multiplied by m multiplied by 2 into V minus V1/2 divided by 1000 gram of nitrogen എന്ന് ലഭിക്കും. അങ്ങനെയാണെങ്കിൽ ജൽദാൽസ് മെത്തേഡ് വഴി പെർസെൻറ്റേജ് ഓഫ് നൈട്രജനോ 14 multiplied by m multiplied by 2 into V minus V1/2 multiplied by 100 divided by 1000 multiplied by m. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1.4 multiplied by m multiplied by 2 into V minus V1/2 divided by m എന്ന് നമുക്ക് ലഭിക്കും. ഇപ്രകാരമാണ് ജൽദാൽസ് മെത്തേഡ് വഴി എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ. ഇനി ജൽദാൽസ് മെത്തേഡിന് ഒരു പോരായ്മയുള്ളത്, നമുക്ക് നൈട്രോ ഗ്രൂപ്പിലെയും അതുപോലെ അസോ കോമ്പൗണ്ടുകളിലെയും ഇനി നൈട്രജൻ ഡയറക്റ്റ് ബെൻസീൻ റിംഗിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പിരിഡീൻ പോലെയുള്ള സബ്സ്റ്റൻസുകളുടെയും ഉപയോഗിച്ച് പിരിഡീൻ പോലെയുള്ള സബ്സ്റ്റൻസിലും ഉള്ള നൈട്രജൻ്റെ എസ്റ്റിമേഷൻ ഈ മെത്തേഡിൽ കൂടി ചെയ്യാൻ കഴിയില്ല. ബിക്കോസ് those compounds does not change into ammonium sulfate under the experimental conditions as envisaged by ജൽദാൽസ് മെത്തേഡ്. അപ്പോൾ നമ്മൾ എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ്റെ രണ്ട് മെത്തേഡ്സ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു, ഡ്യൂമാസ് മെത്തേഡും ജൽദാൽസ് മെത്തേഡ്. നമുക്ക് ജൽദാൽസ് മെത്തേഡിൻ്റെ ഒരു ന്യൂമറൽ ചെയ്തു നോക്കാം. During estimation of nitrogen present in an organic compound by Jaldal's method, the ammonia gas evolved from 0.5 gram of the compound in Jaldal's estimation of nitrogen neutralized 10 ml of 1 molar H2SO4. Find out the percentage of nitrogen in the compound. 1 molar of 10 ml of H2SO4 equal to 1 molar of 20 ml of NH3 എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചതാണ്. ഇനി 100 ml of 1 molar of ammonia contains 14 gram of nitrogen. Therefore 20 ml of 1 molar ammonia contains 14 multiplied by 20 divided by 1000 gram nitrogen. Therefore percentage of nitrogen equal to 14 multiplied by 20 multiplied by 100 divided by 1000 multiplied by 0.5 equal to 56% എന്ന് ലഭിക്കും. അപ്പോൾ നമ്മൾ കാർബണിനെയും ഹൈഡ്രജനെയും എസ്റ്റിമേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ഡ്യൂമാസ് മെത്തേഡും ജൽദാൽസ് മെത്തേഡും ഉപയോഗിച്ചുകൊണ്ട് നൈട്രജനെയും എസ്റ്റിമേറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഹാലജൻസ് എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ക്യാരിയസ് മെത്തേഡാണ്. എ നോൺ മാസ് ഓഫ് ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് ഇൻ ദി പ്രസൻസ് ഓഫ് സിൽവർ നൈട്രേറ്റ് കണ്ടെയ്ൻഡ് ഇൻ എ ഹാർഡ് ഗ്ലാസ് ട്യൂബ് നോൺ ആസ് ക്യാരിയസ് ട്യൂബ് ഇൻ എ ഫർണസ്. Carbon and hydrogen present in the compound are oxidized to carbon dioxide and water, while the halogen present in forms the corresponding silver halide, and it is filtered, washed and dried. Then its weight is measured. ഇപ്പോൾ കാണുന്നതാണ് ക്യാരിയസ് ട്യൂബ്. അതിന് ഉള്ളിൽ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഓർഗാനിക് കോമ്പൗണ്ടിനെയും സിൽവർ നൈട്രേറ്റിനെയും കൂടെ എടുത്ത് ശക്തിയായി ഫർണസിൽ ഹീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അസിഡിക് മീഡിയത്തിൽ സിൽവർ നൈട്രേറ്റ് ഈ ഓർഗാനിക് കോമ്പൗണ്ടിലുള്ള ഹാലജനുമായി റിയാക്ട് ചെയ്ത് സിൽവർ ഹാലൈഡായി മാറുന്നു. ഈ സിൽവർ ഹാലൈഡിനെ ഫിൽട്ടർ ചെയ്തെടുത്ത് ഡ്രൈ ചെയ്ത് വെയ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സിൽവർ ഹാലൈഡിൻ്റെ വെയ്റ്റ് എത്രയാണെന്ന് ലഭിക്കുന്നു. അതിനുശേഷം എങ്ങനെയാണ് പെർസെൻറ്റേജ് കണക്കാക്കുന്നതെന്ന് നോക്കൂ. ലെറ്റ് ദി മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു m gram, mass of silver halide formed equal to m1 gram. Then 1 mole of silver halide contains 1 mole of X. Therefore the mass of halogen in m1 gram of silver halide equal to atomic mass of halogen multiplied by m1 gram divided by molecular mass of silver halide. ഇപ്പോൾ നമുക്ക് സിൽവർ ഹാലൈഡ് AgCl ആണ് കിട്ടുന്നതെങ്കിൽ AgClൻ്റെ ഒരു മോളിൽ 1 മോൾ ക്ലോറിൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ മാസ് പെർസെൻറ്റേജ് കാണാൻ ക്ലോറിൻ്റെ അറ്റോമിക് മാസ് മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് ഓഫ് സിൽവർ ഹാലൈഡ്. ഇനി പെർസെൻറ്റേജ് ആണ് കാണുന്നതെങ്കിലോ അറ്റോമിക് മാസ് ഓഫ് ഹാലജൻ മൾട്ടിപ്ലൈഡ് ബൈ ടോട്ടൽ മാസ് m1 ഇൻറ്റു 100 divided by
molecular mass of silver halide multiplied by m. ഇനി നമുക്ക് സൾഫറിൻ്റെ എസ്റ്റിമേഷൻ എന്താണെന്ന് നോക്കാം. നേരത്തെ നമ്മൾ ഹാലജൻ്റെ എസ്റ്റിമേഷൻ നടത്തിയതുപോലെ തന്നെ ക്യാരിയസ് ട്യൂബിനകത്ത് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഒരു ഓക്സിഡൈസിങ് ഏജൻ്റായ സോഡിയം പെറോക്സൈഡുമായി ചേർത്ത് സൾഫർ അടങ്ങുന്ന ഓർഗാനിക് കോമ്പൗണ്ടിനെ ശക്തിയായി ഹീറ്റ് ചെയ്യുന്നു. The sulfur present in the compound is oxidized to sulfuric acid and it is precipitated as barium sulfate by adding excess of barium chloride solution in water. The precipitate is filtered, washed and dried. The percentage of sulfur can be calculated from the mass of barium sulfate. അതായത് ഹാലജനിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ സൾഫർ അടങ്ങുന്ന കോമ്പൗണ്ടിനെ ഓക്സിഡൈസ് ചെയ്യുന്നു അസിഡിക് മീഡിയത്തിൽ. ഇനി അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സൾഫ്യൂരിക് ആസിഡും ബേരിയം ക്ലോറൈഡുമായി റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് സൾഫറിൻ്റെ അമൗണ്ട് നമ്മൾക്ക് കണ്ടെത്താൻ കഴിയും. അത് ഇപ്രകാരമാണ്. ലെറ്റ് ദ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു m gram and mass of barium sulfate equal to m1 gram. 1 mole of barium sulfate contain 32 gram of sulfur, that is 233 gram of barium sulfate contain 32 gram of sulfur. Therefore, m1 gram of barium sulfate contain 32 multiplied by m1 divided by 233 gram sulfur. Therefore, percentage of sulfur equal to 32 multiplied by m1 multiplied by 100 divided by 233 multiplied by m. തുടർന്ന് നമുക്ക് ഫോസ്ഫറസിനെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എ നോൺ മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് ഹീറ്റഡ് വിത്ത് ഫ്യൂമിംഗ് നൈട്രിക് ആസിഡ് വെയർ phosphorus is converted to phosphoric acid. The phosphoric acid is treated with ammonium molybdate to precipitate it as ammonium phosphomolybdate. അതായത് ഫോസ്ഫറസ് അടങ്ങിയ ഓർഗാനിക് കോമ്പൗണ്ടിനെ ഫ്യൂമിംഗ് നൈട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ ഓക്സിഡൈസ് ചെയ്യുന്നു. ഓക്സിഡേഷൻ റിയാക്ഷന് വിധേയമാക്കുന്നു. അപ്പോൾ ഫോസ്ഫറസ് ഓക്സിഡൈസ് ചെയ്ത് ഫോസ്ഫോറിക് ആസിഡായി മാറും. ഈ ഫോസ്ഫോറിക് ആസിഡിനെ അമോണിയം മോളിബ്ഡേറ്റും ചേർത്ത് അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റായി കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇതിലുള്ള ഫോസ്ഫറസിൻ്റെ പെർസെൻറ്റേജ് കണ്ടെത്തുന്നു. ഇതിന് പുറമെ ഫോസ്ഫോറിക് ആസിഡിനെ മഗ്നീഷ്യ മിക്സ്ചർ ഉപയോഗിച്ചുകൊണ്ട് Mg2P2O7 ആയും നമുക്ക് കൺവേർട്ട് ചെയ്ത് ആ മഗ്നീഷ്യം ഫോസ്ഫറസ് ഓക്സൈഡിലെ ഫോസ്ഫറസിൻ്റെ പെർസെൻറ്റേജും കണ്ടെത്താൻ കഴിയും. എപ്രകാരമാണ് ഈ രണ്ട് മെത്തേഡിലും ഫോസ്ഫറസ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നുള്ളത് നോക്കൂ. ലെറ്റ് ദി മാസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് ഈക്വൽ ടു m gram and the mass of ammonium phosphomolybdate equal to m1 gram. Molar mass of ammonium phosphomolybdate equal to 1877 gram. Therefore, percentage of phosphorus is equal to 31 multiplied by m1 multiplied by 100 divided by 1877 multiplied by m. ഇവിടെ അമോണിയം ഫോസ്ഫോമോളിബ്ഡേറ്റിൽ ഒരു ഫോസ്ഫറസിനെ നിങ്ങൾ കാണുന്നുണ്ട്. അതാണ് ഫോസ്ഫറസിൻ്റെ അറ്റോമിക് മാസ് 31 എന്നവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ നമ്മൾ ഫോസ്ഫറസിനെ Mg2P2O7 ആയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെങ്കിൽ അവിടെ ഫോസ്ഫറസ് രണ്ടെണ്ണം ഉണ്ടായിരിക്കും. Therefore, percentage of phosphorus equal to 62 multiplied by m1 multiplied by 100 divided by 222 multiplied by m. ഇനി നമുക്ക് ഓക്സിജനെ എങ്ങനെയാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കേണ്ടത്. നമ്മളിപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ്, ഫോസ്ഫറസ് ഇത്രയും എലമെൻസിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ ഇൻ ഓർഗാനിക് കോമ്പൗണ്ട് ഈസ് usually found by the difference between total percentage composition 100 and the sum of the percentages of all the other elements. അതായത് ടോട്ടൽ പെർസെൻറ്റേജ് 100 ആണെന്ന് എടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാ എലമെൻസിൻ്റെയും പെർസെൻറ്റേജ് ആഡ് ചെയ്തെടുത്തതിന് ശേഷം 100ൽ നിന്നുള്ള ഡിഫറൻസ് എടുത്താൽ ഓക്സിജൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് നമുക്ക് ലഭിക്കും. ഇനി അങ്ങനെയല്ല, ഡയറക്റ്റ് ഓക്സിജൻ എസ്റ്റിമേറ്റ് ചെയ്യുകയാണെങ്കിൽ എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം. ഓർഗാനിക് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു വരുന്ന ഓക്സിജൻ നമ്മൾ റെഡ് ഹോട്ട് കോക്കിൽ കൂടി കടത്തിവിടുമ്പോൾ കാർബൺ മോണോക്സൈഡായി മാറും. ഈ കാർബൺ മോണോക്സൈഡിനെ തുടർന്ന്
അയഡിൻ പെൻഡോക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡ് ആക്കി മാറ്റുന്നു. അപ്പോൾ 1 മോൾ ഓക്സിജനിൽ നിന്ന് എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് ഇവോൾവ് ചെയ്യും എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ പെർസെൻറ്റേജ് ഓഫ് ഓക്സിജൻ കണ്ടെത്തിയെടുക്കുന്നത്. അത് എപ്രകാരമാണെന്ന് നോക്കൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്ന റിയാക്ഷൻ ശ്രദ്ധിക്കൂ. കോമ്പൗണ്ടിനെ ഹീറ്റ് ചെയ്തപ്പോൾ ഓക്സിജൻ ഗ്യാസും തുടർന്ന് ഗ്യാസസിൻ്റെ മിക്സ്ചറും നമുക്ക് കിട്ടി. അതിനെയാണ് നമ്മൾ റെഡ് ഹോട്ട് കോക്കിൽ കൂടി കടത്തിവിട്ടത്. അപ്പോൾ കാർബൺ ഓക്സിഡൈസ് ചെയ്ത് കാർബൺ മോണോക്സൈഡായി മാറി. തുടർന്ന് കാർബൺ മോണോക്സൈഡ് അയഡിൻ പെൻഡോക്സൈഡുമായി ചേർന്ന് അയഡിനും കാർബൺ ഡയോക്സൈഡുമായി മാറുന്നു. ഈ ഇക്വേഷനെ സ്റ്റോക്യോമെട്രിക്കലി എങ്ങനെയാണ് ബാലൻസ് ചെയ്തിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കൂ. ആദ്യത്തെ ഇക്വേഷനെ, അതായത് ഇക്വേഷൻ എയെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാം. തുടർന്ന് ബി എ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ ബാലൻസ് ചെയ്യുമ്പോൾ 5 മോൾസ് ഓഫ് O2 റിലീസസ് 10 മോൾസ് ഓഫ് CO2 എന്ന് മനസ്സിലാക്കാം. അതായത് 1 മോൾ ഓക്സിജനിൽ നിന്ന് 2 മോൾ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യപ്പെടും. Let the mass of organic compound taken equal to m gram and mass of carbon dioxide produced equal to m1 gram. Therefore, m1 gram of carbon dioxide is obtained from 32 multiplied by m1 divided by 88 gram of O2. Therefore, percentage of oxygen is equal to 32 multiplied by m1 multiplied by 100 divided by 88 multiplied by m. ഇപ്രകാരമാണ് ഓക്സിജനെ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അയഡിനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ഓക്സിജനെ എസ്റ്റിമേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എല്ലാ എലമെൻസിനെയും ഡിറ്റക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു കഴിഞ്ഞു. കാർബൺ, ഹൈഡ്രജൻ, നൈട്രജൻ, സൾഫർ, ഹാലജൻസ്, ഫോസ്ഫറസ് ആൻഡ് ഓക്സിജൻ. ഇത്രയും മെത്തേഡ്സ് നിങ്ങൾ മനസ്സിരുത്തി പ്രോബ്ലംസ് ചെയ്തു പഠിച്ച് ഉറപ്പാക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു അസൈൻമെൻറ്റും കൂടി നൽകാം. അത് കുറിച്ചെടുക്കൂ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പിൾ ഓഫ് എസ്റ്റിമേഷൻ ഓഫ് നൈട്രജൻ ഇൻ ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ബൈ ഡ്യൂമാസ് മെത്തേഡ് and Jaldal's method. In Carrier's method of estimation of halogen, 0.15 gram of an organic compound gave 0.12 gram of AgBr. Find out the percentage of bromine in the compound. In estimation of sulfur, 0.15 gram of an organic compound gave 0.4813 gram of barium sulfate. What is the percentage of sulfur in the compound? ഈ പാഠത്തിൽ നമ്മൾ പഠിച്ച എല്ലാ കോൺസെപ്റ്റുകളും നമുക്കൊന്ന് ഒരു മൈൻഡ് മാപ്പിൽ ഇവിടെ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ. നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? സ്ട്രക്ചറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ദെൻ ഐസോമെറിസം, ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം, ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെൻറ്റ് ഇഫക്ട്സ് ഇൻ കോവാലന്റ് ബോണ്ട്സ്, ടൈപ്സ് ഓഫ് ഓർഗാനിക് റിയാക്ഷൻസ്, methods of purification of organic compounds, qualitative analysis of organic compounds and quantitative analysis of organic compounds. വളരെ ബൃഹത്തായ ഒരു പാഠമാണിത്. +1-ൽ ഏറ്റവും കൂടുതൽ സ്കോർ വെയ്റ്റുള്ള പാഠങ്ങളിൽ ഒന്നുമാണിത്. മാത്രമല്ല ഈ പാഠഭാഗമാണ് തുടർന്ന് 2ാം വർഷത്തിലേക്ക് നമുക്ക് പഠിക്കേണ്ട ഓർഗാനിക് കെമിസ്ട്രി. 4 യൂണിറ്റോളം പഠിക്കാനുണ്ട്. ആ ഓർഗാനിക് കെമിസ്ട്രി പാഠഭാഗത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പാഠഭാഗങ്ങളിൽ കൂടി കൂടുതൽ ആവൃത്തി കടന്നുപോയി പ്രോബ്ലംസ് ചെയ്ത് പഠിച്ച് നെയിമിംഗ് എങ്ങനെയാണെന്നുള്ളത് എഴുതിപ്പഠിച്ച് ഉറപ്പാക്കാൻ ശ്രമിക്കുക. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ലാസ് റൂമുകളിലേക്ക് തിരിച്ചെത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.